മക്കളെ, എല്ലാവരും എക്സാമിൻ്റെ ടെൻഷനിലായിരിക്കില്ലേ? അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് സഹായിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കുന്നത്? കഴിഞ്ഞ കൊല്ലത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഏത് ക്വസ്റ്റ്യനാണ് വരിക, അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യനാണെന്ന് നിർബന്ധമായി പറയാൻ പറ്റില്ല കേട്ടോ. എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരിക എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഓണം എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ മുന്നിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കാണുക. പലർക്കും സംശയമുണ്ട്, 5ാം ക്ലാസ്സിലെ എക്സാമിന് നമ്മൾ ചോദ്യപേപ്പർ കൊണ്ടുപോകണോ, ചോദ്യപേപ്പറല്ല ഉത്തര പേപ്പർ കൊണ്ടുപോകണോ, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ നിങ്ങളോട് ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ ഉത്തര പേപ്പർ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം 5ാം ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ്സിലെ കുട്ടികളെ പോലെയാണ് അല്ലേ ഉറുദുവിനെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? കാരണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഉറുദു പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസർ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഫ്രണ്ട് വരിക. കണ്ടോ, നെയിം ഓഫ് സ്റ്റുഡൻറ്റ് എഴുതണം, നെയിം ഓഫ് സ്കൂൾ എഴുതാനും, ഡിവിഷൻ, നമ്പർ, സിഗ്നേച്ചർ ഓഫ് ദ ടീച്ചർ, പാരൻറ്റ്, ഇതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് ടീച്ചർമാർക്ക് ഗ്രേഡ് ഇടാനുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒന്നും ചെയ്യരുതേ. ഇനി ഇവിടെ കുറേ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം, 10-15 മിനിറ്റ് സമാശ്വാസ സമയമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുക വായിച്ചിട്ട് കേട്ടോ. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം. രണ്ടാമത്തെ എന്താ, 6 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. 2 ചോദ്യങ്ങൾക്ക് ഇൻറ്റേർണൽ ചോയ്സ് ഉണ്ട്. ഇൻറ്റേർണൽ ചോയ്സുള്ള ചോദ്യങ്ങളിൽ ഒന്നിന് മാത്രം A or B ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ ഇതെല്ലാം വായിച്ചു നോക്കി. ഇനി എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മുടെ ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ് കേട്ടോ. വളരെ സിമ്പിളായിരിക്കും, പേടിക്കണ്ട കേട്ടോ. നോക്കൂ, സർഗർമി 1, ബച്ചോ തസ്ബീർ ദേഖ് കർ രംഗ് ഭരിയേ ഓർ നാം ചുൻകർ ലിഖിയേ. എന്താ പറഞ്ഞിട്ടുള്ളത്, കുട്ടികളെ ചിത്രം നോക്കുക അല്ലേ, ചിത്രം നോക്കിയിട്ട് അതിൽ നിറം കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ പേര് തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഇവിടെ ഇതെന്താ കൊടുത്തിട്ടുള്ളത്, തൊപ്പിയാണ് അല്ലേ. നമുക്ക് തൊപ്പി തന്നെ എക്സാമിന് വരുന്ന നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പാഠഭാഗത്തിൽ ഇതുപോലെയുള്ള ആമിൻ്റെ ചിത്രമുണ്ടാവും, അനാറിൻ്റെ ചിത്രമുണ്ട്, മാങ്ങയുടെ ചിത്രമുണ്ട് അല്ലേ, ഗറിൻ്റെ ചിത്രമുണ്ട് ഇല്ലേ, മാതളങ്ങയുടെ ചിത്രമുണ്ട്, അതുപോലെ തന്നെ മേസ്, കുർസി, അങ്ങനെ കുറേ ചിത്രങ്ങളില്ലേ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഏത് വന്നാലും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും ഒരുപാട് ഇങ്ങനെ കഷ്ടമുള്ളതൊന്നും തരില്ല കേട്ടോ. കട്ടിൽ, അങ്ങനെയൊന്നും തരില്ല. കാരണം അതൊക്കെ ഇത്തിരി കളറടിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചന്തമുള്ള സാധനങ്ങൾ എന്തായാലും തരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്, ടോപ്പിയാണ് അല്ലേ. ഇതിൻ്റെ പേരെന്താണ്, ടോപ്പിയാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗേന്ത്, ടോപ്പി, പതങ്ക്, കുർസി. അപ്പോൾ ഗേന്ത് പന്താണ്, ടോപ്പി എന്ന് പറഞ്ഞാൽ തൊപ്പിയാണ്, പതങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, പട്ടമാണ് കേട്ടോ. കുർസി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കസേരയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ടോപ്പിയാണിത്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ടോപ്പിയാണ് ഇതിൻ്റെ ഉത്തരം എന്നുള്ളത് സെലക്ട് ചെയ്ത് എഴുതുക. അപ്പോൾ ഇവിടെ കണ്ടോ സ്ഥലം കൊടുത്തിട്ടില്ലേ, ഇവിടെ നമുക്ക് എന്ത് എഴുതാം, ടോപ്പി എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. ഇനി ഇഷാറോ കി മദദ് സേ ടോപ്പി കെ ബാരെ മേ ലിഖിയേ. താഴെ ഇവിടെ കുറച്ച് നമുക്ക് സഹായിക്കാനുള്ള കുറച്ച് പദങ്ങൾ, കുറച്ച് വാക്കുകൾ, ഹിൻറ്റുകൾ തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, തൊപ്പിയെക്കുറിച്ച് എഴുതണം. തൊപ്പിയെക്കുറിച്ച് എഴുതണം. താഴെ തന്നിരിക്കുന്ന സൂചനകൾ കണ്ടോ, ഖൂബ്സൂറത്ത്, അച്ചി, രംഗ്, ബാസാർ. ഖൂബ്സൂറത്ത് നമ്മൾ പഠിക്കുന്ന വാക്കാണ്, ഭംഗിയുള്ള അല്ലേ. അച്ചി നല്ലത്, രംഗ് നിറം, ബാസാർ അങ്ങാടി. ബാസാർ എന്നുള്ള പാഠമൊക്കെ നമ്മൾ വാക്ക് പഠിച്ചിട്ടുണ്ടോ? അച്ഛൻ ബാസാറിൽ നിന്ന് മാങ്ങ കൊണ്ടുവന്നു എന്നൊക്കെ അല്ലേ, പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് യേ ഡാഷ് ഹേ. അപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണ് ആദ്യം എഴുതാൻ പോകുന്നത്, തൊപ്പിയെക്കുറിച്ചല്ലേ. അപ്പോൾ നോക്കൂ, യേ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് അർത്ഥം, ഹേ എന്ന് പറഞ്ഞാൽ ആണ് എന്നാണ് അർത്ഥം. അപ്പോൾ യേ ടോപ്പി ഹേ. ആദ്യം നമുക്ക് എന്തെഴുതാം, ഇത് തൊപ്പിയാണ്. ഇനി ഖൂബ്സൂറത്ത് എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത് എന്ന് പറഞ്ഞു അല്ലേ. ഭംഗിയുള്ളത്, നല്ലത്, നിറം, അങ്ങാടി. അപ്പോൾ നമുക്കിതിൽ നമുക്കിഷ്ടമുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇനി എന്തെഴുതാം, ടോപ്പി, ഖൂബ്സൂറത്ത് ഹേ, ടോപ്പി ഭംഗിയുള്ളതാണ്. പിന്നെയോ, മേരി ടോപ്പി അച്ചി ഹേ,
എൻ്റെ ടോപ്പി നല്ലതാണ്. ഇനിയോ ഉസ്കാ രംഗ്, അതിൻ്റെ നിറം എഴുതാം. ടോപ്പി കാ രംഗ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഉസ്കാ രംഗ് എന്ന് എഴുതാം. ഉസ്കാ രംഗ് എന്ത് നിറം കൊടുക്കാം നമുക്ക്? നമ്മൾ ലാലൊക്കെ പഠിച്ചിട്ടുണ്ട്, ലാൽ പീല എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഏത് കൊടുക്കാം? നമ്മളിങ്ങനെ മാങ്ങ പീലയാണെന്നൊക്കെ പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ നമ്മൾ ബില്ലീനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ നീലി ആംഖ്യം, നീല കണ്ണുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം, ഉസ്കാ രംഗ് നീലാ ഹേ, ഉസ്കാ രംഗ് നീലാ ഹേ. മനസ്സിലായോ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നിരിക്കുന്ന വാക്കുകൾ വെച്ച് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം എന്തിനെക്കുറിച്ചാണ് എഴുതേണ്ടത്? തൊപ്പിയെക്കുറിച്ചാണെങ്കിൽ തൊപ്പി എന്നുള്ള ആ ഒരു വാക്ക് എന്ത് ചെയ്യണം, ഫ്രണ്ടിൽ വരണം. അവസാനം എല്ലാ സെൻറ്റൻസിലും ഹേ ഹേ എന്നുള്ളത് ഉണ്ടാവണം. പിന്നെയോ ഇങ്ങനെ തരുന്ന ഇഷാറകൾ നമ്മൾ സെൻറ്ററിലേക്ക് എടുത്തെഴുതുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം നല്ല സ്കോർ വാങ്ങാൻ പറ്റും. കണ്ടില്ലേ, ഇതിലൊന്നും ചെയ്തിട്ടില്ല. ടോപ്പി ഹൂബ് സൂറത്ത് ഹേ, ടോപ്പി അച്ചി ഹേ, മേരി വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ടോപ്പിക്കാ രംഗ് നീലാഹേ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇസ്കാ രംഗ് നീലാഹേ. അത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ എഴുതുക. ഓക്കെ, നിങ്ങൾക്ക് വളരെ സിമ്പിളായി തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ പേടിക്കുകയേ വേണ്ട കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ സർഗർമ്മി നോക്കാം. രണ്ടാമത്തെ നോക്കൂ. ശാലിനി ക്ലാസ് മേ ഏക് ഗീത് ഗാനെ ലഗി. ശാലിനി ക്ലാസ്സിലൊരു പാട്ട് പാടാൻ തുടങ്ങി. കിത്തന അച്ച മേരാ ഗർ ഹേ, കിത്തന പ്യാര മേരാ ഗർ ഹേ. പ്യാരേ പ്യാരേ അമ്മി അബ്ബ, ന്യാരേ ന്യാരേ ഭായി ബഹന. കിത്തനെ പ്യാരേ ദാദാ ദാദി, കിത്തനെ അച്ഛേ നാനാ നാനി. അപ്പോൾ ഇതിൽ എന്തിനെക്കുറിച്ചുള്ള കവിതയാണ്? ഇത് എന്തിനെക്കുറിച്ചുള്ള കവിതയാണ്? കിത്തന അച്ഛാ മേരാ ഗർ ഹേ അല്ലേ, വീടിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ നോക്കൂ, 2 തവണയൊക്കെ ആവർത്തിച്ച് വന്നിട്ടുണ്ട് ഗർ എന്നുള്ള വാക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് വീടിനെ കുറിച്ചുള്ള കവിതയാണ്. നിങ്ങളിങ്ങനെ ഏതിനെക്കുറിച്ചുള്ള കവിതയാണെന്നൊന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, അങ്ങനെ ആവർത്തിച്ച്. അതിനിപ്പോൾ പ്യാരേ പ്യാരേ ന്യാരേ ന്യാരേ ആവർത്തിച്ച് വരുന്നുണ്ടല്ലോ എന്ന് ചോദിക്കരുത് കേട്ടോ. കിത്തനെ കിത്തനെ വരുന്നുണ്ടല്ലോ അതാണെന്നും ചോദിക്കരുത്. അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഏതിനെക്കുറിച്ചാണ് പഠിച്ചതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഐഡിയ എന്തായാലും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ നന്നായി കവിത വായിക്കണം. പിന്നെയോ തരുന്ന സർഗർമ്മിയിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചുള്ള കവിതയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, ഇനി നിങ്ങളോട് പറഞ്ഞത് ഇസ്മി ചന്ദ് ഗർവാലോം കെ നാം ഹേ കോൻ കോൻ ഹേ ലിഖി. ഇതിൽ കവിത വായിച്ച് വീട്ടിലെ അംഗങ്ങളുടെ പേരെഴുതാമോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും പറ്റുമല്ലേ. നമ്മൾ പഠിച്ച കുറേ കുടുംബാംഗങ്ങൾ ഇതിലുണ്ട്. അമ്മി, അബ്ബ, ദാദാ, ദാദി, ബായി, ബഹന, നാന, നാനി. നാനി നമ്മൾ പഠിച്ചിട്ടില്ല, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 എണ്ണത്തിൻ്റെ പേര് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. അബ്ബ, അമ്മി, ദാദാ, ദാദി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ആപ്കോ ഗർ പസന്ത് ഹേന, നിങ്ങൾക്ക് വീട് ഇഷ്ടമല്ലേ? ആപ്കെ ഗർ മേ കോൻ കോൻ ഹേ, ഗർ കെ ബാരേ മേ ലിഖിയേ. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, വീടിനെ കുറിച്ച് എഴുതാമോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ അല്ലേ. നോക്കൂ, വീടിനെ കുറിച്ചാണ്. അപ്പോൾ ഗർമേ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി, ഗർമേ അബ്ബാഹേ. നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഗർമേ അബ്ബാഹേ, ഗർമേ അമ്മി ഹേ. ഇങ്ങനെ എഴുതിയാലും ശരിയല്ലേ, ഇങ്ങനെ എഴുതിയാലും ശരിയാണ് അല്ലേ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് പോകുന്നില്ലല്ലോ, ഇല്ല. ഇങ്ങനെ എഴുതിയാലും മാർക്ക് പോകുന്നില്ല അല്ലേ. ഇനി അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഗർമേ ദാദാ ഹേ എഴുതാം, ഗർമേ ദാദി ഹേ എന്ന് എഴുതാം. ഇങ്ങനെ വളരെ എന്താ പറയുക, നന്നായിട്ട് ഇങ്ങനെ കഷ്ടമാണെന്ന് തോന്നുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഇങ്ങനെയൊക്കെ പഠിച്ചു വയ്ക്കുക. അതല്ല, ഉറുദു കുറച്ചും കൂടി നല്ല എളുപ്പത്തിൽ മനസ്സിലായവരെ എങ്ങനെ എഴുതുക, നമുക്ക് ആദ്യം എഴുതുക യേ മേരാ ഘർ ഹേ, ഇത് എൻ്റെ വീടാണ്. ഓക്കെ, യേ മേരാ ഘർ ഹേ, ഇത് എൻ്റെ വീടാണ്. ഗർമേ അബ്ബാ ഹേ, ഗർമേ അമ്മി ഹേ, ഗർമേ ദാദാ ഹേ. പിന്നെ മേരാ ഘർ പ്യാരാ ഹേ, എൻ്റെ വീട് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെ എഴുതാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറ്റും അല്ലേ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം,
കുറച്ച് വാക്കുകളും കൂടെ പഠിച്ച് വെച്ചാൽ മാത്രം മതി. അപ്പം ഇങ്ങനെയും നമുക്ക് എഴുതാം. യേ മേരാ ഘർ ഹേ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒന്നുകൂടി എഴുതിയതിൻ്റെ ചന്തം കൂടും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു വയ്ക്കുക. വീടിനെ കുറിച്ച് എഴുതാൻ എന്തായാലും വരും. നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ വീട്ടിലെ അംഗങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കും. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുമല്ലോ. ഇനി അടുത്തത് നോക്കാം. പ്രവർത്തനം സർഗർമി 3. ശാലിനി കെ അബ്ബാജാൻ ബാസാർ സെ എക് ഗുഡിയ ലായി. ശാലിനിയുടെ അച്ഛൻ ബാസാറിൽ നിന്ന് ഒരു ഗുഡിയ കൊണ്ടുവന്നു. വോ ഖുഷി സെ ഗുഡിയ ലേക്കർ ദാദി കെ പാസ് ഗയി. അവൾ സന്തോഷത്തോടെ ഗുഡിയയുമായിട്ട് ദാദിയുടെ അടുത്ത് ചെന്നു. ദാദി ആരാണ്? മുത്തശ്ശി. ശാലിനി കോ ദേഖ് കർ ദാദി അമ്മ പൂച്ച്നെ ലഗി. ഈ ശാലിനിയെ കണ്ടു അല്ലേ? ശാലിനിയെ കണ്ടപ്പോൾ ദാദി അമ്മ ചോദിക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ശാലിനി ബേട്ടി യേ ക്യാ ഹേ. ശാലിനി ബേട്ടി ഇത് എന്താണ്? എന്താണത്? യേ ഗുഡിയ ഹേ. വളരെ സിമ്പിളാണ് അല്ലേ? യേ ഗുഡിയ ഹേ. ദാദി അമ്മ അടുത്തതായി ചോദിക്കുന്നത് യേ കോൻ ലായേ. ഇത് ആരാണ് കൊണ്ടുവന്നത്? ആരാ കൊണ്ടുവന്നത്? കോൻ എന്ന് പറഞ്ഞാൽ ആര്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? യേ അബ്ബാജാൻ ലായേ. ഇത് അച്ഛനാണ് കൊണ്ടുവന്നത്. ഈ കഹാസി ലായി ബേട്ടി. ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്ന മോളെ? ഈ അബ്ബാജാൻ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? ഇത് എവിടെയുണ്ട് അല്ലേ? എവിടെ നിന്നാണ്? ബാസാർ സെ, അങ്ങാടിയിൽ നിന്ന്. അപ്പോൾ നമ്മൾ കഹ എന്നുള്ളതും പഠിച്ചതാണ്. എവിടെ. അപ്പോൾ ഈ ചോദ്യപദം നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. എന്ത്, ആര്, അതുപോലെ തന്നെ എവിടെ. ഇതെന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ ദാദി അമ്മ എന്താ പറയുക ഗുഡിയനെ കുറിച്ച്? ഗുഡിയ ഖൂബ്സൂറത്ത് ഹേ ബേട്ടി എന്ന് പറയാം അല്ലേ? വേണമെങ്കിൽ ഗുഡിയ നല്ല ഭംഗിയുണ്ട് മോളെ. ഗുഡിയ ഖൂബ്സൂറത്ത് ഹേ ബേട്ടി. അപ്പോൾ എന്ത് പറയാം? ശാലിനി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശുക്രിയ, നന്ദി. പഠിച്ചിട്ടില്ലേ രണ്ടാമത്തെ പാഠത്തിൽ? ശുക്രിയ ദാദി അല്ലേ? താങ്ക് യു മുത്തശ്ശി. അപ്പോൾ ഇതിൽ കൊണ്ടുവന്നത് ഗുഡിയയാണ്. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തും കൊണ്ടുവരാം. ഈ മാങ്ങ കൊണ്ടുവന്നത് തന്നെയാകാം, ആം കൊണ്ടുവന്നതാവാം. അപ്പോൾ എന്തിനെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? സംഭാഷണം തയ്യാറാക്കേണ്ടത്. നിങ്ങൾ വളരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഉറുദു എക്സാം വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. നമ്മളെന്തായാലും ഇതും ശ്രദ്ധിക്കുമല്ലോ. ഇങ്ങനെ ഒരു സംഭാഷണം വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നോക്കാം അല്ലേ? ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇടയിൽ പറയട്ടെ. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് വീഡിയോ അല്ലേ നമ്മളിപ്പോൾ ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉപകാരം ഉണ്ടായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ഇടാൻ മറക്കില്ലല്ലോ അല്ലേ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായെന്ന് അറിഞ്ഞാൽ എനിക്കും വളരെ സന്തോഷമാകും. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വീഡിയോ ഇടുന്നത്. പിന്നെ നമുക്ക് നാലാമത്തേത് നോക്കാം. നോക്കൂ. ഈ ശാലിനി കാ കമര ഹേ. കമറേ മേ പലങ്ക്, അൽമാരി, കുർസി, മേസ് ഓർ ഗേന്ദ് ഹേ. ശാലിനി കാ കമര ഖൂബ്സൂറത്ത് ഹേ. എന്താണിത്? എന്താ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മനസ്സിലായത്? ഈ നൂരി കാ കമര ഹേ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ആ ഒരു ഭാഗമല്ലേ ഓർമ്മ വന്നത് അല്ലേ? അത് തന്നെയാണ്. ശാലിനി എന്നുള്ള പേര് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ആകെ വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് വരുത്തുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഇത് ശാലിനിയുടെ കമറയാണ്, റൂമാണ്. റൂമിൽ പലങ്ക്, കട്ടിലുണ്ട്, അലമാരിയുണ്ട്, കുർസിയുണ്ട്, കസേര, മേശ, അതുപോലെ തന്നെ ഗേന്ദ്, പന്ത് ഒക്കെ ഉണ്ട്. ശാലിനി കാ കമര ഖൂബ്സൂറത്ത് ഹേ. ശാലിനിയുടെ റൂം എന്താണ്? ഭംഗിയുള്ളതാണ്. ഇനി നമ്മൾ ഇത് വെച്ച് എന്താ ചെയ്യേണ്ടത് നോക്കൂ. ബച്ചോ ജുംലെ പഠ്കർ സവാലോം കെ ജവാബ് ലിഖിയേ. അതായത് കുട്ടികളെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന്. ഈ കിസ് കാ കമര ഹേ. ഇത് ആരുടെ റൂമാണ്? ഇതാരുടെ റൂമാണ്? ഇതാരുടെയാണ് റൂം? ഈ ശാലിനി കാ കമര ഹേ അല്ലേ? ഇത് ശാലിനിയുടെ റൂമാണ്. വളരെ സിമ്പിളല്ലേ? നമ്മുടെ ആദ്യത്തെ സെൻറ്റൻസ് ആണിത്. ഈ ശാലിനി കാ കമര ഹേ. കമര മേ ക്യാ ക്യാ ഹേ. റൂമിൽ എന്തൊക്കെയുണ്ട്? അത് അടുത്ത സെൻറ്റൻസ് ആണ് വരുന്നത് അല്ലേ? രണ്ടാമത്തെ സെൻറ്റൻസ്. കമരേ മേ പലങ്ക്, അൽമാരി, കുർസി, പിന്നെന്താണ്? മേസ് ഉണ്ട് തോന്നുന്നു അല്ലേ? മേസ് ഓർ ഗേന്ദ്
ഹേ. ഇതൊക്കെ അതേ നമുക്ക് തന്നിട്ടുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള അതേ വരികൾ തന്നെയാണ്. ഒന്ന് മനസ്സിലാക്കിയാൽ ഒന്ന് മൈൻഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ ഗ്രേഡ് അല്ല, A+ ഗ്രേഡ് വാങ്ങാൻ പറ്റും. ഫുള്ളും വാങ്ങാൻ പറ്റും അല്ലേ? A+ ഗ്രേഡ് ഇല്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രം കേട്ടോ. ഇനി നോക്കൂ, ശാലിനി കാ കമര കൈസാ ഹേ. ശാലിനിയുടെ റൂം എങ്ങനെയുള്ളതാണ് ശാലിനിയുടെ റൂം? അതിൽ പറഞ്ഞിട്ടുണ്ട് ശാലിനി കാ കമര ഖൂബ്സൂറത്ത് ഹേ. ശാലിനി കാ കമര ഖൂബ്സൂറത്ത് ഹേ, ഭംഗിയുള്ളതാണ്. പിന്നെ എന്തെഴുതാം? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശാലിനി കാ കമര ബഡാ ഹേ എന്നോ ചോട്ടാ ഹേ എന്നൊക്കെ എഴുതാം, വേണമെങ്കിൽ എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ ശാലിനി കാ കമര ഖൂബ്സൂറത്ത് ഹേ, ഭംഗിയുള്ളതാണ് അല്ലേ? ഇനി ഒരു വരിയും കൂടി തന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി എഴുതാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. ശാലിനി കാ കമര വേണമെങ്കിൽ ബഡാ ഹേ എന്ന് എഴുതാം അല്ലേ? വലുതാണ്. ബഡായും ചോട്ടായും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? വേണമെങ്കിൽ ഇത് എഴുതാം കേട്ടോ, അല്ലെങ്കിൽ ഇതും എഴുതിയാൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി 5ാമത്തെ ചോദ്യമാണ്. 5ൽ A ആണ്, അഥവാ ഇതിൽ ചോയ്സ് ഉണ്ട് എന്നാണ് അർത്ഥം അല്ലേ? അപ്പോൾ ഒന്നില്ലെങ്കിൽ A എഴുതാം, അല്ലെങ്കിൽ B എഴുതാം. ശാലിനി കഹാനി പഠിനി ലഗി. ശാലിനി കഥ വായിക്കാൻ തുടങ്ങി. റൂഹി ഏക്ക് അച്ചി ലടുക്കി തി. റൂഹി ഒരു നല്ല പെൺകുട്ടിയായിരുന്നു. ഏക്ക് ദിൻ റൂഹിക്ക് അബ്ബാജാൻ ബാസാർ സെ ഏക്ക് ഗുഡിയ ലായേ. ഒരു ദിവസം റൂഹിയുടെ അച്ഛൻ അങ്ങാടിയിൽ നിന്ന് ഒരു പാവ കൊണ്ടുവന്നു. ബേട്ടി യേ ലീജിയേ തുമാരി ഗുഡിയ. അല്ലേ മോളെ, ഇത് വാങ്ങൂ, നിൻ്റെ ഗുഡിയ, നിൻ്റെ പാവ. റൂഹി ബഹുത്ത് ഖുഷ് ഹുയി. റൂഹി വളരെ സന്തോഷിച്ചു. ഓർ ഗുഡിയ കെ സാത്ത് കേൽനെ ലഗി. അവൾ എന്നിട്ട് ആ ഗുഡിയൻ്റെ ഒപ്പം കളിക്കാനൊക്കെ തുടങ്ങി. ബച്ചോ കഹാനി പഠ്കർ സവാലോं के जवाब लिखिए. കഥ വായിച്ചിട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ആദ്യത്തെ ചോദ്യം എന്താണ്? റൂഹിക്ക് അബ്ബാജാൻ ബാസാർ സെ ക്യാ ലായേ. റൂഹിയുടെ അബ്ബാജാൻ ബാസാറിൽ നിന്ന് എന്താ കൊണ്ടുവന്നത്? ഗുഡിയയാണ് അല്ലേ? ഇനി റൂഹിക്കോ ഖുഷ് ഹുയി. റൂഹി എന്തിനാണ് സന്തോഷിച്ചത്? എന്ത് കാരണം കൊണ്ടാണ്? ഇതാണ് കാരണം അല്ലേ? റൂഹിക്ക് അബ്ബാജാൻ ബാസാർ സേ അല്ല, റൂഹിക്ക് അബ്ബാജാൻ ബാസാർ സേ ഗുഡിയ ലായേ. ഈ ഒരു ഇത് കണ്ടോ? റൂഹിക്ക് അബ്ബാജാൻ ബാസാർ സേ ഗുഡിയ ലായേ. അത് കാരണം എന്ത് ചെയ്തു? റൂഹി ബഹുത്ത് ഖുഷ് ഹുയി. റൂഹി ബഹുത്ത് ഖുഷ് ഹുയി. ഓക്കെ, ഇനി രണ്ടാമത്തെ തസ്വീർ, മൂന്നാമത്തെ അല്ലേ? ഇനി മൂന്നാമത്തെ എന്താണ്? തസ്വീർ ഔർ സേ ദേഖിയെ കഹാനി കെ മുനാസിബ് ജുംലെ ചുൻകർ തസ്വീർ കെ നീച്ചെ ലിഖിയെ. ഓരോ ചിത്രത്തിനും കഥയിലെ അനുയോജ്യമായ വാക്യങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാമോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, കഥ നമ്മൾ മുകളിൽ കണ്ടതാണ് അല്ലേ? അപ്പോൾ ഇതിൽ നോക്ക്, ഒന്നാമത്തേൽ എന്താണ്? റൂഹി അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ രണ്ടാമത്തേൽ എന്താണ്? റൂഹിയുടെ അച്ഛൻ ബാസാറിൽ നിന്നൊരു പാവ വാങ്ങിക്കൊണ്ടുവരുന്നതാണ്. മൂന്നാമത്തേൽ റൂഹിയുടെ അച്ഛൻ ആ പാവ ആർക്ക് കൊടുക്കുകയാണ്? റൂഹിക്ക് കൊടുക്കുന്നു അല്ലേ? നാലാമത്തതിൽ എന്ത് ചെയ്യാണ്? റൂഹി ആ പാവയോടൊപ്പം കളിക്കുന്ന ചിത്രമാണ്. അപ്പോൾ ഇത് അതേ ഓർഡറിൽ തന്നെയാണ് അല്ലേ? 1, 2, 3, 4 എന്ന് നമ്പർ ഇടണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഓരോ സെൻറ്റൻസ് ആക്കി നമ്മൾ എഴുതുക. ഇങ്ങനെ എഴുതുക. ഇതാണ് റൂഹി ഏക്ക് അച്ചിയിലെടുക്കീത്തി. ഇതാണ് ഒന്നാമത്തെ ചിത്രത്തിൻ്റെ താഴെ എഴുതേണ്ടത്. ചിത്രം ഒന്നും വരയ്ക്കേണ്ട, നമ്പർ 1 എന്നിട്ടിട്ട് ഇതാണ് എഴുതേണ്ടത്. രണ്ടാമത്തെ ഏക്ക് ദിൻ റൂഹി കെ അബ്ബാജാൻ ബാസാർ സെ ഏക്ക് ഗുഡിയ ലായേ. ഇതാണ് എഴുതേണ്ടത്. ഇനി മൂന്നാമത്തേൽ എന്തെഴുതും? ബേട്ടി യേ ലീജിയേ തുമാരി ഗുഡിയ. ഇതാണ് അതിന് താഴെ എഴുതേണ്ടത്. ഇനി നാലാമത്തെ എന്താണ്? നാലാമത്തെ റൂഹി ബഹുത്ത് ഖുഷ് ഹുയി ഓർ ഗുഡിയ കെ സാത്ത് കേൽനെ ലഗി. ഇതാണ് നാലാമത്തെ ചിത്രത്തിൻ്റെ താഴെയുള്ള ജുംല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നമ്പർ ഇടുക. 1, 2, 3, 4 നമ്പർ ഇട്ടിട്ട് ഓരോന്നിൻ്റെയും നേർക്ക് എന്ത് ചെയ്യുക? അനുയോജ്യമായ സെൻറ്റൻസ് എഴുതുക. നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല അല്ലേ? ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് സോറി കേട്ടോ, അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ എഴുതിയാൽ മതി ഓരോന്നിൻ്റെയും താഴെ. ഞാൻ നമ്പർ ഇട്ട് അവിടെ കാണിച്ചു തന്നില്ലേ? ഒന്നാമത്തെ ചിത്രത്തിൻ്റെ താഴെ, രണ്ടാമത്തെ ചിത്രത്തിൻ്റെ താഴെ, 3ൻ്റെയും 4ൻ്റെയൊക്കെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതും ചെയ്യാൻ പറ്റുമെന്ന്, ഇങ്ങനെയുള്ള പ്രവർത്തനവും ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നോക്കാം. 5ൽ B നോക്കൂ. ദാദി മാ ശാലിനി കോ ഏക്ക് കഹാനി സുനാനെ ലഗി.
ദാദിമ ശാലിനിക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. നോക്കൂ, ഷാക്കിറാക്കി ഏക്ക് പ്യാരി ബില്ലി തി. ഷാക്കിറയ്ക്ക് ഒരു പ്രിയപ്പെട്ട പൂച്ചയുണ്ടായിരുന്നു. ഉസ്കാ നാം ബബ്ലു ത. അതിൻ്റെ പേര് ബബ്ലു എന്നായിരുന്നു. ഹർ ദിൻ ബബ്ലു മ്യാവും മ്യാവും കർക്കെ ഷാക്കിറ കെ സാത്ത് കേൾത്തി തി. എല്ലാ ദിവസവും ബബ്ലു മ്യാവു മ്യാവ് എന്ന് പറഞ്ഞ് ഷാക്കിറയുടെ കൂടെ കളിക്കുമായിരുന്നു. ബില്ലി കോ ദേക്ക് കർ ഏക്ക് കുത്ത വഹ ആയ. ബില്ലിയെ കണ്ടിട്ട് ഒരു കുത്ത എന്ത് ചെയ്തു, അവിടെ വന്നു. ബബ്ലു ബില്ലി ഡർഗയി. ബബ്ലു ബില്ലി പേടിച്ചു പോയി. കഹാനി പഠ്കർ സവാലോം കെ ജവാബ് ലിഖി. ഇതും എന്താണ്, കഥ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് തന്നിട്ടുള്ളത് കേട്ടോ. നോക്കൂ, ഷാക്കിറാക്കി ബില്ലി കാ നാം ക്യാ താ. ഷാക്കിറയുടെ പൂച്ചയുടെ പേരെന്താണ്? ഷാക്കിറയുടെ പൂച്ചയുടെ പേര് ബബ്ലു ആണ് അല്ലേ. അപ്പം എന്താണ് നമ്മൾ എഴുതുക? ഷാക്കിറ की बिल्ली का नाम अല്ലേ, बिल्ली का नाम बबलू था. ഇനി ഷാക്കിറ കിസ്കെ സാത്ത് കേൾത്തി തി. ഷാക്കിറ ആരുടെ കൂടെയാണ് കളിച്ചുകൊണ്ടിരുന്നത്? ഷാക്കിറ ബബ്ലു ബില്ലി കെ സാത്ത് അല്ലേ, ബബ്ലു ബില്ലി കെ സാത്ത് കേൾത്തി തി. കളിക്കുമായിരുന്നു അല്ലേ, അല്ലെങ്കിൽ കളിക്കുമായിരുന്നു അല്ലേ. ഇനി അടുത്തത്, ബില്ലി കി ആവാസ് കൈസി ഹേ. ബില്ലി കി ആവാസ് എന്താണ്? മ്യാവ് മ്യാവ് ഹേ. മ്യാവ് മ്യാവ് ഹേ. ബബ്ലു ക്യോ ഡർ ഗയി. എന്തിനാണ് പൂച്ച പേടിച്ചത്? ഒരു കുത്ത വന്നു അല്ലേ അവിടെ, അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ബബ്ലു പേടിച്ചത്. അപ്പം ഇതെല്ലാം നമ്മുടെ കഥയിൽ തന്നെയുണ്ട് ഇല്ലേ, ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ കഥയിൽ തന്നെയുണ്ട്. ഇനിയിപ്പോൾ ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് എഴുതാൻ കഴിയാത്തവർക്ക് ഒരു ട്രിക്കും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യുക, ചോദ്യം തുടങ്ങുന്ന വാക്കും അതുപോലെ തന്നെ അവസാനിക്കുന്ന ആ ഒരു വാക്കും കണ്ടോ, അഥവാ ഇത് ഷാക്കിറയിലാണ്, ഇത് കണ്ടോ ഇതിലാണ്. അതിൽ ഈ ചോദ്യപദം നമുക്കറിയാം ക്യാ. ഈ ക്യാ ഒഴിവായിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഇതേപോലെ മുകളിൽ ഏത് വരിയിലാണോ വരുന്നത് ആ വരി അങ്ങനെ എടുത്ത് എഴുതുക. അപ്പോഴാണ് അതിൻ്റെ ഉത്തരമാകുന്നത്. നോക്കൂ, ഇവിടെയാണെങ്കിലും ഇതിൽ ചോദ്യപദം ഷാക്കിറ കിസ്കെ. കാഫ് വെച്ച് തുടങ്ങുന്നതാണ് എന്തായാലും എന്ത് വരിക, ചോദ്യപദം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാ എന്ന് വെച്ച് തുടങ്ങുന്നതായിരിക്കും ചോദ്യപദം. അപ്പോൾ ആ ചോദ്യപദം വരുന്നതിന് നമ്മൾ ഒഴിവാക്കുന്നു. എന്നിട്ട് ബാക്കി ആ വരികൾ എവിടെയാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് നോക്കുക. എന്നിട്ട് ആ വരി എന്ത് ചെയ്യാം, എടുത്തെഴുതി കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളിത് മനസ്സിലാക്കുമല്ലോ. ഇനി നമുക്ക് നാലാമത്തെ നോക്കാം. ചോദ്യം എന്താ? ബബ്ലു ക്യോ ഡർ ഗയി അല്ലേ. ബബ്ലു എന്തിനാ പേടിച്ചത്? ബബ്ലു കോ ദേക്ക് കർ അല്ലെങ്കിൽ ബില്ലി കോ ദേക്ക് കർ എന്ന് എഴുതാം. ബബ്ലു കോ ദേക്ക് കർ ഏക്ക് കുത്ത വഹ ആയ. ഇതൊക്കെ നമ്മുടെ ക്വസ്റ്റ്യനിലല്ല ആ കഥയിലുള്ളത് തന്നെയാണ് കേട്ടോ. വഹ ആയ ബബ്ലു ഡർ ഗയി. ബബ്ലു എന്ത് ചെയ്തു? പേടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ പ്രവർത്തനവും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആറാമത്തെ നോക്കാം. സർഗർമി 6 അഥവാ സർഗർമി 6 അല്ലേ. 6ലും ഓപ്ഷൻ ഉണ്ട് കേട്ടോ. 6 എയും ഉണ്ട്, അപ്പോൾ ബി എന്തായാലും ഉണ്ടാകും. അപ്പോൾ നോക്കാം ആറാമത്തെ എന്താണെന്ന്. നോക്കൂ, ലാലി പ്യാരി ബില്ലി ഹേ कितनी न्यारी लगती है, नीली आँखों वाली है कितनी न्यारी लगती है, हर जा चलती फिरती है म्याव म्याव करती है. ലാലി, ഈ പൂച്ചനെ കുറിച്ചുള്ള പാട്ട് നമ്മൾ പഠിച്ചത് തന്നെയാണ് അല്ലേ, ഉണ്ടല്ലോ മ്യാവ് മ്യാവ് എന്നുള്ള ആ പാഠഭാഗത്തിൽ. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഗീത് ഔർ സേ പഠിയേ ഓർ സവാലോം കെ ജവാബ് ലിഖിയേ. ഈ ചോദ്യം എന്ത് ചെയ്യണം, കവിത വായിച്ചിട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നോക്കുക, ആദ്യത്തേത് ഇസ് ഗീത് മേ പെർത്തി കർത്തി ഏക് ഹി ആവാസ് കെ അൽഫാസെ. ഇതെല്ലാം എന്താണ്, പെർത്തി കർത്തി എന്നുള്ളതൊക്കെ ഒരേപോലെ ശബ്ദത്തിലുള്ള വാക്കുകളാണ്. ഇസ് തരഹ് ഓർ ദോ ഹമാവാസ് അൽഫാസ് ചുൻകർ ലിഖി. ഇതുപോലെയുള്ള വേറെ 2 ഹമാവാസ് അൽഫാസ് തിരഞ്ഞെടുത്ത് എഴുതുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ പ്രവർത്തനമാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഹമാവാസ് അൽഫാസ് എന്ന് പറഞ്ഞാൽ
തുടക്കത്തിൽ വേറൊരു അക്ഷരവും അവസാനിക്കുന്ന സമയത്ത് ഒരേപോലെയുള്ള അക്ഷരങ്ങളും വരുന്ന പദങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? ഹമാവാസ് അൽഫാസ് അഥവാ പ്യാരി, രീ അല്ലേ? ഒരേ ശബ്ദം കണ്ടോ? രീ, ന്യാരി. ന്യാരി എന്ന് പറഞ്ഞാൽ എന്താ? രീ തന്നെയാണ്. അപ്പോൾ ഇതൊരു ഹമാവാസ് അൽഫാസാണ്. അതുപോലെ തന്നെ ലഗ്തി, ചൽത്തി ഇതൊക്കെ എന്താണ്? ഹമാവാസ് അൽഫാസാണ്. അപ്പോൾ മ്യാവ് മ്യാവ് ഹമാവാസ് അൽഫാസാണോ? അല്ല. അറിയാലോ അല്ലേ? ഒരേ പദമല്ല, ഒരേപോലെയുള്ള എന്നുവെച്ചാൽ ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്ന വ്യത്യസ്ത പദങ്ങളാണ് എന്ത്? ഹമാവാസ് അൽഫാസ്. ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ആപ്കെ ഘർ മേ ബില്ലി ഹേന? നിങ്ങളുടെ വീട്ടിൽ പൂച്ചയില്ലേ? ബില്ലി കെ ബാരെ മേ ലിഖിയേ. പൂച്ചയെക്കുറിച്ച് വാക്യങ്ങൾ എഴുതാമോ? നമ്മൾ പൂച്ചയെക്കുറിച്ച് എഴുതാനൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? പഠിച്ചിട്ടില്ലേ? നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? നോക്കാം. ആദ്യം എഴുതാം. യേ മേരി ബില്ലി ഹേ. യേ മേരി ബില്ലി ഹേ. ഇതെൻ്റെ പൂച്ചയാണ്. മേരി ബില്ലി പ്യാരി ഹേ. മേരി ബില്ലി പ്യാരി ഹേ. പിന്നെ മേരി ബില്ലി മ്യാവ് മ്യാവ് കർത്തി ഹേ. മേരി ബില്ലി മ്യാവ് മ്യാവ് കർത്തി ഹേ. എൻ്റെ പൂച്ച മ്യാവ് മ്യാവ് എന്ന് പറയുന്നു അല്ലേ? പിന്നെയോ മേരി ബില്ലി ഖൂബ് സൂറത്ത് ഹേ. എൻ്റെ പൂച്ച ഭംഗിയുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചത് തന്നെയാണ് അല്ലേ? കുറച്ച് സെൻറ്റൻസുകൾ മാത്രം മതി. നിങ്ങൾ ഇതുപോലെ പൂച്ചയെക്കുറിച്ച് നോട്ട് എഴുതാൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. നോക്കൂ, ഇവിടെ ഗീത് ഔർ സേ പഠിയേ. ഈ പാട്ട് ശ്രദ്ധിച്ചു വായിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? മേരെ അബ്ബ പ്യാരേ ഹേ, മേരെ അബ്ബ ന്യാരേ ഹേ, കിത്തനെ അച്ഛേ ലഗത്തെ ഹേ, കിത്തനെ സച്ചേ ലഗത്തെ ഹേ. പിന്നെയോ മുജ്കോ ഗുഡിയ ലാത്തേ ഹേ, മേരെ സാത്ത് വോ ചൽത്തേ ഹേ. അച്ഛനെക്കുറിച്ചുള്ള പാട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ അച്ഛൻ, പ്രിയപ്പെട്ട അച്ഛൻ, എത്ര നല്ല അച്ഛൻ, അതുപോലെ തന്നെ എത്ര സത്യമുള്ള അച്ഛൻ, എനിക്ക് ഗുഡിയ വാങ്ങിത്തരുന്നു, എൻ്റെ കൂടെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടാണ് കേട്ടോ. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഗീത് ഓർ സേ പഠിയേ. ഈ പാട്ട് എന്ത് ചെയ്യണം? കവിത നന്നായിട്ട് വായിക്കുക. വായിച്ചിട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഗീത് കിസ്കെ ബാരെ മേ ഹേ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇത് ആരെക്കുറിച്ചുള്ള കവിതയാണ്? നമുക്കറിയാം. യേ ഗീത് ആരെക്കുറിച്ചാണ്? അബ്ബാ കെ ബാരെ മേ ഹേ. യേ ഗീത് അബ്ബാ കെ ബാരെ മേ ഹേ. ഇതുപോലെയുള്ള സമാനമായ ചോദ്യങ്ങളായിരിക്കും നമുക്ക് വരിക കേട്ടോ. ചിലപ്പോൾ പൂച്ചയെക്കുറിച്ചുള്ളതാവാം, അമ്മയെക്കുറിച്ചുള്ള കവിതയാകാം, എന്തിനെക്കുറിച്ചാണ് വരിക എന്നറിയില്ല. ചിലപ്പോൾ വീടിനെക്കുറിച്ച്, നമുക്കിപ്പോൾ വന്നില്ലേ, അതുപോലെ ഏതിനെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതിയാകും. ഇനി അടുത്തത് നോക്കൂ. രണ്ടാമത്തെ ബച്ചോ ഗീത് പഠിക്കർ അബ്ബാ കെ ബാരെ മേ ജുംലെ ലിഖി. ഈ കവിത വായിച്ചിട്ട് അച്ഛനെക്കുറിച്ച് ജുംല തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ വളരെ സിമ്പിളാണിതാ. മേരെ അബ്ബാ പ്യാരേ ഹേ, മേരെ അബ്ബാ ന്യാരേ ഹേ. പിന്നെയോ മേരെ അബ്ബ അച്ഛേ ഹേ, മേരെ അബ്ബ അല്ലെങ്കിൽ മുജുക്കോ ഗുഡിയ ലാത്തേ ഹേ, മേരെ സാത്ത് വോ ചൽത്തേ ഹേ. ഇത് തന്നെ മതി സെൻറ്റൻസ് ആക്കിയിട്ട്. ആദ്യം ഇത് എഴുതാം. മേരെ അബ്ബ പ്യാരേ ഹേ, മേരെ അബ്ബ ന്യാരേ ഹേ, മുജുക്കോ ഗുഡിയ ലാത്തേ ഹേ, മേരെ സാത്ത് വോ ചൽത്തേ ഹേ. ഈ വരികൾ തന്നെ എഴുതി വെച്ചാൽ മതി. അബ്ബയെക്കുറിച്ചുള്ള നോട്ടായി. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നിങ്ങൾക്കുള്ള എല്ലാ ആൻസറുകളും ഒളിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങളതൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലായിട്ടുണ്ടാവില്ലേ? എല്ലാ ഉത്തരങ്ങളും ഇതിനുള്ളിൽ തന്നെയുണ്ട്. ഒന്ന് നിങ്ങൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല സ്കോർ വാങ്ങാൻ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, വീഡിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കുക. നമുക്ക് എഴുതി തന്നിട്ടുള്ള വേർഡ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, കുറേ പദങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വൃത്തിയായി പഠിക്കുക. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതുക. എക്സാം എഴുതി നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക. ഒപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ ഹുദാ ഹാഫിസ്.